അപ്പോൾ നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്ന് നിന്നിട്ടുണ്ട് ഒരു ബജാജിൻ്റെ വാൾ ഫാനാണ്. ഇതിന് റൊട്ടേഷൻ കിട്ടുന്നില്ല, വർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അയച്ചിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ അയക്കാം. ഇതിൻ്റെ ബെൽറ്റ് അയച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ ഒരു നെറ്റ്. അപ്പം നമുക്ക് ഇതിൻ്റെ നോബ് അയച്ചെടുക്കാം. നോബ് അയച്ചിട്ട് ലീഫ് ഇവിടെ മാറ്റി വെക്കാം. ഈ തല ഈ ഫാൻ്റെ ഉള്ളിൽ കൊണ്ടേക്ക് ഏതൊരു ഫാൻ അയക്കുമ്പോൾ കാണാം ഇതിൻ്റെ ഷാഫ്റ്റ് പോലെ നിറയെ മുടി ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ ഇവിടെ ഇതും അവിടെ അയച്ചെടുത്താൽ ഭയങ്കര അപാര പൊടിയാണ്. ഇതിങ്ങനെ സ്ക്രൂ ഓരോന്നായിട്ട് അയച്ചിങ്ങനെ എടുക്കാം. ഇതിൻ്റെ ബാക്ക് വശത്തൊരു സ്ക്രൂ ഉണ്ട്, അതും കൂടെ അയച്ചെടുത്താൽ ഇതിങ്ങോട്ട് പോരും. ഇത് കാണിക്കുക. ഓരോ ഫാനിൻ്റെ ഉള്ളിലും ഇതുപോലെ പൊടി ഉണ്ടാവും. ഈ ഒരു പൊടി ഉള്ള കാരണം കൊണ്ടാണ് ഈ ഫാന് കറങ്ങാത്തതും ഒക്കെ. ചില ആൾക്കാർ വന്നിട്ട് പറയും ഫാന് ഭയങ്കര പിടുത്തം, ഇടയ്ക്കൊക്കെ ഓഫ് ആകുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതാണ്. ഈ ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ പൊടി കിടക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇത് എന്ത് ചെയ്യണം, അയച്ചിട്ട് ഇതുപോലെ പൊടി തട്ടി കൊടുത്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇതിനുള്ള കണ്ടില്ല ഫുൾ പൊടിയാണ്. അപ്പം ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിയപ്പോൾ മോട്ടറും അതേപോലെ ഗിയർ ബോക്സൊക്കെ ഒന്ന് കാണാൻ പറ്റി. അപ്പം ഇനി നമുക്ക് ഇത് ആദ്യം കണക്ഷൻ കൊടുത്ത് നോക്കാം. ഓഫാക്കി. അപ്പം ഇത് വർക്കിംഗ് ഉണ്ട്, ഒരു സൈഡിലേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇത് റൊട്ടേഷൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് റെഡിയാക്കണം. ഓക്കെ, അപ്പം നമ്മളെ കയ്യിലിവിടെ ഗിയറുണ്ട്. അപ്പം അത് മാറ്റിയിട്ട് പഴയത് മാറ്റിയിട്ട് പുതിയ ഗിയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ റൊട്ടേഷൻ ഓക്കെ ആവും. ബോക്സ് ഇവിടെ അയച്ചെടുത്തത് പുതിയത് സെറ്റാക്കാം. കസ്റ്റമർ 2 ദിവസമായി ഉറങ്ങിയിട്ട് ഫാന് കംപ്ലൈൻറ്റ് വന്നിട്ട്. അപ്പോൾ അവരെ ഹാപ്പിയാണ് നമ്മളെ ഹാപ്പി. അവർ സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അതിലേറെ സന്തോഷം ഞമ്മക്കും കിട്ടും. അങ്ങനെ പുതിയ ഗിയർ ബോക്സുകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ച് നോക്കാം ഓക്കെ ആണോ എന്നുള്ളത്. അങ്ങനെ നമ്മളിതവിടെ ഗിയർ ബോക്സൊക്കെ മാറ്റി പുതിയ ഗിയർ ബോക്സൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി ഇതിൻ്റെ പാർട്സുകളൊക്കെ പഴയ പോലെ ഫിറ്റ് ചെയ്യണം. ഭയങ്കര പൊടിയായിരുന്നത് കണ്ടില്ല, ഒരു വിധമൊക്കെ പൊടി തുടച്ചെടുത്ത് ഇതൊക്കെ റെഡിയാക്കാണ്ട്. അപ്പം ഇനി ഫിറ്റ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മളെ ഫാൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ കസ്റ്റമറെ വിളിച്ച് പറയണം. പിന്നെ എന്താ പറയുക വെച്ചാൽ ഒരു കൊട്ടവണ്ടിക്കുള്ള പൊടി ഫാൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, അതൊക്കെ പക്ക ക്ലീനാക്കി. ഇനി കസ്റ്റമറെ വിളിക്കുക, ഫാൻ കൊണ്ടുപോവുക, കാറ്റുകൊണ്ട് കിടക്കുക. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.